അനൂപ് നിൽക്കുന്ന അറിയില്ലേ? അറിയാത്ത ആരാ ഉള്ളതെന്ന് എനിക്കറിയണമല്ലോ. അറിയില്ലേ? അങ്ങനെ വിളിക്കാം. മനസ്സിലായോ? നമ്മുടെ ഈ ഇടയ്ക്ക് ഒരു സിനിമ സംവിധാനം ചെയ്ത് നിങ്ങളെയൊക്കെ ഉടായ്പകൾ പെടുത്തുന്നതാണ്. എന്നെ ഉടായ്പപ്പെടുത്താൻ ഒത്തിരി നോക്കി, പക്ഷെ ഞാൻ വീണിട്ടില്ല. പറയൂ. ഹൈദരാലിക്കാടെ ചതിയിൽപ്പെട്ടതാണ് ഇപ്പൊ പെട്ടെന്ന്. ഞാൻ അതിലെ പോയപ്പോ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വിളിച്ചു നോക്കിയിട്ട് കൈ കാണിച്ചിട്ട് പോകാന്ന് വിചാരിച്ചാണ്. അങ്ങനെ കൈ കാണിച്ചാൽ വിടാൻ പറ്റുമോ നമുക്ക്? ഇല്ല, തീർച്ചയായിട്ടും. അപ്പൊ അനുപേട്ട ഒരു പാട്ട് പാടും. നിങ്ങൾ ഓടില്ലേ? നിങ്ങൾ കയറിക്കോ, മോളിൽ നിൽക്കണം, കയറിക്കോ. അടിപൊളി ഒരു പാട്ട്, എല്ലാവരും എത്തിക്കോ. ഈ പിള്ളേര് നമുക്ക് ഇന്നലെ തൊട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേരാണ്, നമ്മുടെ ഗംഭീര കുട്ടികളത്. അടിപൊളി പാട്ട്. ഏത് പാട്ട് പാടുന്നു ചോദിക്കും. ഞാൻ ഒരുപാട് സംഗീതം വലുതായിട്ട് പഠിച്ചില്ലെങ്കിലും കുറെ സംഗീതം പഠിക്കണമെന്ന് ഒരു മൂളിപ്പാട്ട് പോലും പാടിയിട്ടില്ല. ഇങ്ങനെ എന്നെ ചതിച്ചതാണ്. പാടാൻ അറിയാവുന്നവർ പാടുക, ഞാൻ ഇവിടെ നിന്ന് കൈയടിക്കും. നടക്കില്ലെന്ന് പറയാം. ഇല്ല, അല്ല അറിയാവുന്ന ഐറ്റം ചെയ്യാൻ പറയാം. എന്താന്ന് എന്ത് ചെയ്യും? നിങ്ങളൊക്കെ കാണുക എന്ന് പറഞ്ഞാലേ ഏറ്റവും വലിയ ടാസ്ക്. അല്ല ഐറ്റം ചെയ്യും. ഐറ്റം പലതും ചെയ്യുന്നതാണ് കേട്ടോ. പ്രവീൺ ചേട്ടൻ എവിടെ? പ്രവീൺ ചേട്ടൻ എന്നെ തപ്പി നടക്കുമായിരിക്കും. പ്രവീൺ ചേട്ടൻ തപ്പി നടപ്പിന്റെ ഇവിടെ തന്നെ ഉണ്ട്. ലിച്ചൂടെ പാട്ടിനെ പഠിക്കും. കവിതയോടൊപ്പം ചൊല്ലും. എല്ലാം ഇന്ന് റെഡിയാ. പിന്നെ പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ തലവും കൊഴിഞ്ഞു പോയി. പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ തലവും കൊഴിഞ്ഞു പോയി. സൂര്യകാന്തി പോവു ഞാൻ ഇന്നും എന്റെ സൂര്യനെല്ലിക്കാട്ടിലേകയായി. പേടിപ്പെടുത്തുന്ന മൂളലാണിന്നും ആ പേവിഷത്തുമ്പികൾ പാറിടുന്നു. പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ തലവും കൊഴിഞ്ഞു പോയി. കവിത കേട്ടില്ലേ അനൂപ്? വളരെ മനോഹരമായി. ഞാൻ ഇത് കേട്ട് കുറച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ടാസ്കിൽ പോയതുകൊണ്ട് ഫുള്ള് കേട്ടില്ല. പക്ഷെ എന്നാലും മനോഹരമായ കവിത. അനൂപിന് ഈ സ്റ്റേജിൽ വെച്ച് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് എനിക്കറിയാം. നിങ്ങളെ തലക്കടിച്ച് കൊല്ലാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എന്തൊരു ചെറിയ ചേച്ചി ചിരിച്ചോന്നൊക്കെ എന്റെ തലക്കടിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ എന്റെ മമ്മിയാണ് ചിരിച്ചത്. എന്റെ പൊന്നും മോളെ. മമ്മിയെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയാൻ പറയൂ. എന്നാ മമ്മിയെ കുറിച്ച് രണ്ട് കാര്യം പറയും. മമ്മി നല്ല മമ്മിയാ, അടിപൊളിയാ, കോമഡിയാ. കോമഡി പറയും. എന്നാ കോമഡി പറയാൻ മമ്മി ഇങ്ങ് കയറി വരൂ, നമുക്ക് കോമഡി ഷോ ആക്കാം. മമ്മി പ്ലീസ് വരരുന്നില്ല, മമ്മിക്ക് വെള്ളം ഇഷ്ടമല്ലാന്ന്. അപ്പം അനൂപേ, ഇവർക്ക് ഒരു ചെറിയ ചോദ്യങ്ങൾ, കുസൃതി ചോദ്യങ്ങൾ അനൂപ് ചോദിക്കും. ഇവര് ഉത്തരം പറഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കും. സത്യമായിട്ട് ഞാൻ ഇതിലെ വെറുതെ പോയപ്പോ ഇക്കായെ കണ്ടുകൊണ്ട് കൈ കാണിച്ചതാണ്. എന്നെ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കരുത്. എന്നാ അനൂപിന്റെ അടുത്ത പ്രൊജക്ടിനെ കുറിച്ച് പറയും. അടുത്ത പ്രൊജക്ട് വരുന്നുണ്ട്, അതിന്റെ പണിയിലാണ്. ഒരു വലിയ പരിപാടിയാണ്, സിനിമയാണ്. ഞാനിപ്പോ ചെയ്തത് ഷെഫീഖിന്റെ സന്തോഷം ഉണ്ട് തന്നെ. അതെ, താങ്ക് യു. അപ്പൊ അടുത്തത് ഒരു വലിയ പ്രൊജക്റ്റാണ്, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു റിവീൽ ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിൽ നിൽക്കുന്നു. നമുക്ക് ഉറപ്പായിട്ട് ഇക്കാക്ക് അറിയാവുന്ന കാര്യമല്ല, അതുകൊണ്ട് ഇക്കായും പറയരുത്. ഈ കലോത്സവ വേദിയൊന്നും വല്ല താരങ്ങളെ കണ്ടെത്തുന്നുണ്ടോ? ഒന്നിൽ എന്തെങ്കിലും തീരുമാനം വിടത്തുള്ളൂ. ഇതുപോലൊരു ചോദ്യങ്ങളും അതുപോലെ തന്നെ ഈ ആൾക്കാരെ പിടിച്ചു നിർത്താനുള്ള കഴിവും, അതിനേക്കാൾ ഉപരി മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പോലും വെളിയിൽ കൊണ്ടുവരാനുള്ള കഴിവും ദൈവം ഇക്കാക്ക് തന്നേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയുള്ള അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാവും. ഓഡീഷൻ കോളൊക്കെ ഉണ്ടാവും. എനിക്കിതൊക്കെ അവസരം മേടിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. മൊബൈൽ നമ്പർ പറഞ്ഞു ചോദിച്ചു കുട്ടികൾ കേട്ടോ. വലിയ സന്തോഷം. എന്തായാലും തകർത്തോണ്ടിരിക്കുകയാണ് ഹൈദരാലിക്കട മീഡിയ. ആരാ സിനിമയിൽ എടുക്കുമായിരുന്നു അധ്യാപത്യം. അവള് മോണാക്ട് നന്നായിട്ട് കളിക്കും. ഈ കുട്ടിയുടെ ക്ലാസ്സിലല്ല പഠിക്കുന്നത്. അല്ല, വേറെ ഒന്നാണ്. നിങ്ങൾ എന്തിനാ ഈ മനോഹരമായ കവിത ചൊല്ലുന്ന ഈ വേദിയിൽ നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാണ്? അത് പറയും. എനിക്കറിയാം, അതുകൊണ്ട് വെറുതെ ചോദിച്ചതാണ്. അല്ല, ഈ കുട്ടികൾ നമ്മള് കുറെ വർഷങ്ങളായിട്ട് കാണുന്ന ഏത് കലോത്സവ വേദി പോയാലും നമ്മളെ തിരിച്ചറിഞ്ഞ് ഇവിടെ വരുന്ന കുട്ടികളാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുന്ന ഈ മഹത്തായ വേദിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല സ്കൂളുകളിലുള്ള കലാവൈഭവമുള്ള കുട്ടികൾ ഒന്നിച്ചു ചേരുകയും
ആഘോഷമാക്കുകയും ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. തീർച്ചയായിട്ടും അനൂപ് ഒത്തിരി സന്തോഷം. എനിക്ക് വലിയ സന്തോഷം. ഭയങ്കര ചൂടുള്ളത് കൊണ്ട് ഇത്തിരി വിയർപ്പ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ചൂട് ഇവിടെ തണുക്കും എല്ലാവരും. അതുകൊണ്ട് ഒരു നാടൻ പാട്ടൊക്കെ പാടാലോ. നല്ല മഴയായിരുന്നു. മഴയത്ത് എവിടെയായിരുന്നു അനൂപ്? മഴയത്ത് അനൂപ് എവിടെയായിരുന്നു? ഞാൻ വണ്ടിയിലായിരുന്നു, വന്നിറങ്ങിയതേ ഉള്ളായിരുന്നു. ആ, വണ്ടിയിലായിരുന്നു സമയത്ത്. ഭയങ്കര മഴയായിരുന്നു. ഇവിടെ മൊത്തം വെള്ളക്കെട്ടായിരുന്നു. നമ്മളെല്ലാം ബുദ്ധിമുട്ടിയ ഒരു സംഭവമായിരുന്നു. അപ്പം അനൂപ് ഒത്തിരി സന്തോഷം ഈ സമയത്ത് ഇവിടെ കയറി ഞങ്ങളോട്. ഈ ഒരു സ്കൂൾ കലോത്സവ വേദിയിൽ എത്താൻ കഴിഞ്ഞത് ഇക്കായെ കാണാനും പ്രതിഭകളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യം. അതിനേക്കാൾ ഉപരി ഇപ്പൊ താങ്കളുടെ മീഡിയ തകർത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പൊ അനൂപിന് നല്ലൊരു കയ്യിൽ കൊടുത്ത് നമുക്ക് അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. Al-Azhar Group of Institutions, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.